എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇപ്പം പുലർച്ചെ രാവിലെ 4:50. 1-ാം തീയതി ദിവസമാണ്, കന്നിമാസം 1-ാം തീയതിയാണ്. എല്ലാ 1-ാം തീയതിയും എൻ്റെ കുടുംബ വീട്ടിൽ ഞാൻ 1-ാം തീയതി കയറാൻ പോകുന്ന ദിവസമാണ്. കഴിഞ്ഞൊരു 14 വർഷമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. വീട്ടുകാർക്ക് കൊച്ചിലെ മുതലുള്ള ശീലമാണ്. അപ്പം എല്ലാ 1-ാം തീയതി ഇതുപോലെ രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി എൻ്റെ വീടുകളിൽ 1-ാം തീയതി കയറാനായിട്ട് പോകണം. ഞാൻ വീട് വെച്ച് മാറിയിട്ട് 14 വർഷമാകുന്നു. ഈ കഴിഞ്ഞ 14 വർഷമായിട്ട് എല്ലാ 1-ാം തീയതി ഞാനാണ് എൻ്റെ കുടുംബ വീട്ടിൽ 1-ാം തീയതി കയറുന്നത്. വെറുതെ 1-ാം തീയതി കയറിയല്ല, 3-4 ക്ഷേത്രങ്ങളിൽ പോയി അവിടെ വഴിപാട് നടത്തി അതിൻ്റെ പ്രസാദവുമായിട്ടാണ് 1-ാം തീയതി കയറുന്നത്. വീടിനോട് ചേർന്ന് തൂണിപ്പുരയ്ക്കൽ ക്ഷേത്രമാണ്. അവിടെ വെളിയിൽ നിന്ന് തൊഴും. അത് കഴിഞ്ഞിട്ട് നേരെ കടവൂരമ്പലത്തിൽ വരും. അവിടെ നിന്ന് വെളിയിൽ നിന്ന് തൊഴുതിട്ടാണ് ഗണപതി ക്ഷേത്രത്തിൽ ചെല്ലുന്നത്. അമ്പലമാണ്. 2 അമ്പലങ്ങളിൽ കയറിയായിരുന്നു. വെളിയിൽ നിന്ന് കാശിടിയാണ് ചെയ്തത്. ആദ്യം കടവൂരമ്പലത്തിൽ, അതിന് മുമ്പായിട്ട് വീട്ടിന് തൊട്ടപ്പുറത്തൊരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ സ്ഥിരമായിട്ട് കുറച്ച് വഴിപാടുകൾ നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കിയാണ്. അതുകൊണ്ട് തന്നെ വെള്ളിത്തട്ടത്തിൽ ചന്ദനമൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ തേങ്ങ വാങ്ങിക്കാനായിട്ട് പോകും. അപ്പോൾ തേങ്ങ വാങ്ങിച്ച് തനിയെ അടിച്ച് ഇവിടെ വഴിപാടുകളൊക്കെ നടത്തിയിട്ട് നേരെ ഇവിടുന്ന് ഇറങ്ങി നേരെ പോകുന്നത് അമ്മച്ചിയൂട്ട് ക്ഷേത്രത്തിലോട്ടാണ്. അങ്ങനെ അമ്മച്ചിയൂട്ട് ദേവീക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പൂജകൾ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് അമ്പലത്തിലൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് ഉപദൈവങ്ങളെയൊക്കെ കണ്ട് തൊഴുതിട്ട് ഇവിടുന്ന് പൂജ നടത്തിയിട്ട് മാത്രമായിരിക്കും പോകുന്നത്. ഇവിടുത്തെ പ്രസാദം വാങ്ങിച്ചിട്ട് തിരിച്ച് ഗണപതി അമ്പലത്തിൽ പോകണം. ഗണപതി അമ്പലത്തിൽ നിന്ന് ഉണ്ണിയപ്പം വാങ്ങിക്കാനുണ്ട്. അതാണ് ഗണപതി ഹോമം കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ണിയപ്പം കൊടുക്കുന്നത്. അതുകൊണ്ട് ഗണപതി ഹോമത്തിന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രസാദം വാങ്ങിച്ചിട്ടാണ് നേരെ ഗണപതി അമ്പലത്തിൽ പോകുന്നത്. അമ്പലത്തിലോട്ട് കയറിയാണ്. അമ്പലത്തിനകത്തുള്ള രംഗങ്ങൾ ചിത്രീകരിക്കാറില്ല. അപ്പോൾ അമ്പലത്തിലോട്ട് കയറിയാണ്. ഇവിടുത്തെ പൂജയെല്ലാം കഴിഞ്ഞ് പ്രസാദം വാങ്ങിച്ചു ഗണപതി അമ്പലത്തിൽ പോകണം. ഇവിടുത്തെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം മേടിക്കണം. അത് കണക്കിന് ഉണ്ണിയപ്പം മേടിക്കണം. ഞാൻ അങ്ങോട്ട് ഗണപതി അമ്പലത്തിലോട്ട് പോയാണ്. ഗണപതി അമ്പലത്തിൽ നിന്ന് പ്രസാദങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, ഉണ്ണിയപ്പം എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴി അടുത്ത് ക്ഷേത്രമുണ്ട്, മണലി ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ വെളിയിൽ നിന്ന് ഒന്ന് തൊഴണം. പിന്നെ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. വീട്ടിൽ വന്നിട്ടുണ്ട്. വീട് തുറന്നു, അകത്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അച്ഛൻ കാത്തിരിക്കുകയാണ്. അപ്പം ഇനി ഇവിടെ കൊണ്ടുവന്ന പ്രസാദങ്ങൾ എടുക്കുന്നു, കൈനീട്ടമായിട്ട് അച്ഛന് കൊടുക്കുന്നു. അച്ഛൻ്റെ അമ്മയുടെയും കാല് തൊട്ട് നിൽക്കുന്നു, അവരുടെ അനുഗ്രഹം മേടിക്കുന്നു. അവരും കൈനീട്ടം തരുന്നുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളെ നേരത്തെ ഗണപതി അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ഉണ്ണിയപ്പമാണ്. രാവിലെ തന്നെ ഇടുന്നതാണ്. നല്ല ചൂടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ കൈനീട്ടമെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഈ ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങൾ, ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. രാവിലെ അമ്മ ദോശ എടുത്തിട്ടു. ദോശ കുറച്ച് കൂടുതലാണ് എപ്പോഴും എടുത്തത്. നമ്മൾ ആവശ്യത്തിലുള്ള ദോശ എടുത്തു. അതിനിപ്പോൾ സാമ്പാറാണ്. അധികം മലക്കറികളൊന്നും കാണത്തില്ല. ചെറിയ രീതിയിലുള്ള തട്ടിക്കൂട്ട് സാമ്പാറായിരിക്കും. പക്ഷെ നല്ല ടേസ്റ്റാണ്. പ്ലസ് അതിൻ്റെ കൂടെ എപ്പോഴും ചായ വേണം. ഫുഡെല്ലാം കഴിച്ച് ഉടനെ തിരിച്ച് ഇത് തേവള്ളിപ്പാലമാണ്. അപ്പോൾ രാവിലത്തെ തേവള്ളിപ്പാലത്ത് ഉള്ള കായലിൻ്റെ ഭംഗിയാണ് നിങ്ങളെ കാണിക്കുന്നത്. തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ വരുന്ന വഴി കുറച്ച് ഡയറി മിൽക്ക് മേടിച്ചിട്ടുണ്ട്. ഇവർക്ക് രാവിലെ ഞാൻ ക്യാഷല്ല, ഡയറി മിൽക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡയറി മിൽക്ക് അവർക്ക് കൊടുക്കുകയാണ്. അപ്പം മോനുണ്ട്, അയാൾക്ക് മുട്ടായി മാത്രം പോരാ, കൂടെ ഒരു ഉമ്മയും കൂടെ സ്ഥിരമായിട്ട് വേണം. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ്